എപ്പിസോഡ് 28ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറുവശത്ത് ബ്യൂട്ടി കോൺടെസ്റ്റ് ജോലിക്കാരിക്ക് ഫസ്റ്റ് കിട്ടിയതിന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ് ജ്യോതി ഓരോ വിഷമങ്ങൾ പറഞ്ഞ് വളകളെല്ലാം ഊരി കളയുകയാണ്. ഈ ഗ്രാമത്തിൽ വന്നത് മുതൽ ശങ്കർ ജ്യോതിയെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഇവിടെ നിന്ന് ശങ്കറിനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന ജ്യോതിയെ മോഹിനി കാണുകയാണ്. ദേഷ്യം വരുന്ന ജ്യോതി കയ്യിലെ വിരലിൽ കിടക്കുന്ന മോതിരവും ഊരി കളയുകയാണ്. അത് കാണുന്ന മോഹിനി പാർവിനോടുള്ള പ്രതികാരം ചെയ്യാനുള്ള വഴി എന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞ് മോഹിനി ജ്യോതിയുടെ ശരീരത്തിൽ കയറുകയാണ്. എന്നിട്ട് മോഹിനിയാകുന്ന ജ്യോതി സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ രംഭ മോഹിനിയെ കളിയാക്കുകയും കുറ്റം പറയുകയും ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് കോമ്പറ്റീഷനിൽ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുകയാണ് രംഭ. അതെല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് മൻമോഹൻ. ആ സമയം അവിടെ ജ്യോതി വരികയാണ്. ജ്യോതിയെ കണ്ട് അവർ രണ്ടുപേരും അന്തം വിട്ട് നിൽക്കുന്ന സമയം മോഹിനി ജ്യോതിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരികയാണ്. പുറത്തു വരുന്ന മോഹിനി രംഭയോട് എന്നെ കളിയാക്കിയതാണോ എന്ന് ചോദിച്ചു. മോഹിനി മാന്ത്രിക മുടിയുടെ സഹായത്താൽ രംഭയ്ക്ക് ശിക്ഷ കൊടുക്കുകയാണ്. അത് കണ്ട് പേടിക്കുന്ന രംഭ ഇനി അങ്ങനെയൊന്നും പറയില്ല എന്നും സോറി എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി രംഭയ്ക്ക് മാപ്പ് കൊടുക്കണമെങ്കിൽ മോഹിനി പറയുന്നത് പോലെ കേട്ട് മോഹിനിയുടെ കൂടെ നിൽക്കണമെന്നും എതിർക്കുകയോ കളിയാക്കുകയോ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നും പറയുകയാണ്. മോഹിനി പറയുന്നത് കേൾക്കുന്ന രംഭ മോഹിനി പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും മോഹിനിയുടെ കൂടെ നിൽക്കാമെന്നും പറയുകയാണ്. മൻമോഹനും മോഹിനിയുടെ കൂടെ നിൽക്കാമെന്ന് പറയുന്നത് കേൾക്കുന്ന മോഹിനി രംഭയെ വെറുതെ വിടുകയാണ്. എന്നിട്ട് മോഹിനിയുടെ പ്ലാൻ മൻമോഹനോട് രംഭയോട് പറയുകയാണ്. ശേഷം ജ്യോതിയുടെ ശരീരത്തിൽ കയറി മോഹിനി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം പാലസിന്റെ ടെറസിൽ നിന്നും ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് ജ്യോതി നിൽക്കുമ്പോൾ ശങ്കറും ദുൽചന്ദും ബബ്ലിയും സൗദാമിനിയും മുത്തശ്ശിയും ലഖനും താഴെ ഇറങ്ങാനും അബദ്ധമൊന്നും ചെയ്യരുതെന്നും ജ്യോതിയോട് പറയുകയാണ്. ജ്യോതി അവരോട് വെറും ജോലിക്കാരിയായ പാറു കോമ്പറ്റീഷനിൽ ജയിച്ചു, അതിൽ ഒരു തോൽവി എനിക്കിനി വേറെയില്ല, തോറ്റുപോയത് കൊണ്ട് എനിക്കിനി ജീവിക്കേണ്ട എന്ന് ജ്യോതി പറയുമ്പോൾ ജ്യോതി ചാടാതിരിക്കാൻ വേണ്ടി ജ്യോതിയുടെ കയ്യിൽ പിടിച്ച് ദുൽചന്ദ് നിൽക്കുമ്പോൾ ജ്യോതി ദുൽചന്ദിനെ താഴേക്ക് തള്ളിയിടുകയാണ്. അത് കാണുന്ന ശങ്കർ ദുൽചന്ദിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ദുൽചന്ദിനെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി എല്ലാവരും കൂടി ശങ്കറിനെ സഹായിക്കാൻ പോകുമ്പോൾ ഓരോരുത്തരായി താഴേക്ക് വീഴുകയും അങ്ങനെ എല്ലാവരും അവിടെയുള്ള ഒരു പൈപ്പിൽ പിടിച്ച് തൂങ്ങി കിടക്കുകയാണ്. ഇതെല്ലാം കണ്ട് നിൽക്കുന്ന പപ്പിയെ നദിയെയും ജ്യോതി പുറകിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയാണ്. അവർ രണ്ടുപേരും പൈപ്പിൽ പിടിച്ച് അലറി വിളിക്കുകയാണ്. ഈ സമയം താഴെ വരുന്ന പാറു ഇതെല്ലാം കണ്ട് അവരോട് കൈവിടരുതെന്നും എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ എല്ലാവരും രക്ഷിക്കാമെന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും താഴേക്ക് വീഴുകയാണ്. താഴെ വീഴുമ്പോൾ അവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പാറു മെത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് എല്ലാവരും വന്ന് വീഴുന്നത്. താഴെ വീഴുന്ന എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആർക്കും കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയം മുകളിൽ നിൽക്കുന്ന ജ്യോതിയുടെ ശരീരത്തിൽ നിൽക്കാൻ കഴിയാതെ മോഹിനി ജ്യോതിയുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജ്യോതി താഴേക്ക് വീഴുകയാണ്. താഴെ വീഴുന്ന ജ്യോതി മെത്തിലേക്കാണ് വന്ന് വീഴുന്നത്. പാലസിന്റെ അകത്ത് കയറുന്ന പാറു തൃശൂലം എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷസിനെ നോക്കി പോവുകയാണ്. മറുവശത്ത് ജ്യോതിയോട് ശങ്കർ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ജ്യോതി ഒന്നും ഓർമ്മയില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സൗദാമിനി ജ്യോതിയുടെ വിരലിൽ മോതിരമില്ലാത്തത് ശ്രദ്ധിക്കുകയാണ്. അത് കാണുന്ന സൗദാമിനി ജ്യോതി മോതിരം ഊരി മാറ്റിയത് കൊണ്ട് ഇതെല്ലാം ചെയ്തത് രക്ഷസായിരുന്നു. ജ്യോതിയുടെ ശരീരത്തിൽ കയറി രക്ഷസ് എല്ലാവരും കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. പാറു ഉണ്ടായിരുന്നത് കൊണ്ടാണ് എല്ലാവരും രക്ഷപ്പെട്ടതെന്ന് പറയുകയാണ്. ഈ സമയം വളരെ അവശയായ മോഹിനി പതുക്കെ റൂമിലേക്ക് പോവുകയാണ്. പുറകെ തൃശൂലമായി പാറുവും വരുന്നുണ്ട്. മോഹിനിയുടെ റൂമിലേക്കാണ് രക്ഷസ് പോയതെന്ന് മനസ്സിലാക്കുന്ന പാറു മോഹിനിയുടെ റൂമിലേക്ക് പോകുമ്പോൾ രക്ഷസ് പോകുന്നത് കാണുന്ന പാറു കയ്യിലിരിക്കുന്ന തൃശൂലം എടുത്ത് എറിയുകയും ആ സമയം തന്നെ മോഹിനി സീക്രട്ട് റൂമിലേക്ക് പോവുകയും ചെയ്യുകയാണ്. മോഹിനിയുടെ സീക്രട്ട് റൂമിന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ തൃശൂലം കിടക്കുകയാണ്. പാറു ആ ഡോർ തുറക്കാൻ കുറെ ശ്രമിച്ചു നോക്കുകയാണ്. അതിൽ പരാജയപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന പാറു തൃശൂലത്തിൽ ഒട്ടിയിരിക്കുന്ന രക്ഷസിന്റെ നഖം കാണുകയാണ്. ആ നഖം പാറു കയ്യിലെടുക്കുന്ന സമയം മോഹിനിയും നഖം നഷ്ടപ്പെട്ട കാര്യം അറിയുകയാണ്. നഖം കിട്ടിയില്ല എങ്കിൽ മോഹിനിയുടെ ശക്തി കുറയുമെന്ന് മനസ്സിലാക്കുന്ന മോഹിനി വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പാറു രക്ഷസിനോട് കൂടുതൽ ദിവസം ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്നും എത്രയും പെട്ടെന്ന് മുടിക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുവരുമെന്നും പറഞ്ഞ് പാറു നിൽക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന മോഹിനി പാറു നഖവുമായി ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല എന്ന് പറയുന്ന സമയം പാറു അവിടെ നിന്ന് പോകുന്നത് കാണുന്ന മോഹിനി പാറുവിനെ തടയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ മോഹിനിയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് മോഹിനിയുടെ ശക്തിക്ക് ഒരു ഫലവും ഉണ്ടാകുന്നില്ല. പാറു അവിടെ നിന്ന് പോകുന്നു. എത്രയും പെട്ടെന്ന് നഖം തിരിച്ചു കിട്ടിയില്ല എങ്കിൽ ശക്തി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് മോഹിനിക്ക് നഖം തിരിച്ചു കിട്ടുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.